മിന്നുവും മിനിക്കുട്ടിയും അടക്കം പേർഷ്യക്കാരെല്ലാം സന്തോഷച്ചന്റെ കാൽ കീഴിൽ തന്നെയാണ്. ഇടയ്ക്കൊക്കെ പുറത്തുപോയി വരുന്ന അച്ഛൻ നീട്ടി വിളിച്ചാൽ എല്ലാവരും ചാരത്തണയും, മുട്ടി ഒരുങ്ങി നിൽക്കും. തീറ്റയ്ക്കുള്ള പാത്രത്തിന്റെ കിലുക്കം കേട്ടാൽ പിന്നെ സ്നേഹപ്രകടനങ്ങളാണ്. പേർഷ്യൻ കാറ്റുകൾ ആകെ 30 എണ്ണമുണ്ട്. സാധാരണ ഇനങ്ങൾ പേരിന് വേറെയും. മുന്തി ഇനം നായ്ക്കളുണ്ട്. ശിശു, പോമറേനിയൻ, പഗ്, ജർമ്മൻ ഷെപ്പേർഡ് എന്നിങ്ങനെ പോകുന്നു. കലവല കൂട്ടി കിളികളുണ്ട്. അധികവും വിദേശികൾ. ടർക്കി, ഗിനി, വാത്ത, എമു എന്നിങ്ങനെ വേറെയുമുണ്ട് പക്ഷികൾ. സന്തോഷത്തിന്റെ സൗഹൃദ വലയത്തിൽ. ഇവയ്ക്കൊക്കെ നടുവിലാണ് സ്നേഹപരിലാളനകളേറ്റ് മറ്റുള്ളവരുടെ ജീവിതം. സ്വാന്തന പരിചരണത്തിൽ കഴിയുന്ന 17 പേരടക്കം 33 പേർക്ക് കൂടി ഇവിടം ആശ്വാസ കേന്ദ്രമാണ്, അഭയസ്ഥാനമാണ്. ഒരു മുറിവേറ്റ മനുഷ്യൻ, തകർന്നുപോയ മനുഷ്യൻ 38 വർഷം ഒരു കുളത്തിൻ്റെ അരികിൽ കിടക്കുകയാണ്. അയാളെ ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ജീസസ് തന്നെ അടുത്ത് വന്ന് അദ്ദേഹത്തെ സേവ് ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്, സൗഖ്യം കൊടുക്കുന്ന കാഴ്ചയുണ്ട്. അതിൽ നിന്നാണ് എൻ്റെ മനസ്സിലേക്ക് ആരുമില്ലാത്തവരെ ശുശ്രൂഷിക്കണമെന്നും ഇത്തരം ഒഴിവാക്കപ്പെടുന്ന മനസ്സുകളെ സ്വീകരിക്കണമെന്നൊക്കെ ഒരു ആശയം കടന്നു വന്നു. ബത്സേദ എന്നാൽ കരുണയുടെ ഭവനം എന്നാണ്. ജീവിതത്തിന്റെ അവസാന കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നവർക്ക് സമാധാനത്തോടെ കഴിയാനുള്ള ഇടമായി മിഷൻ ഹോം മാറ്റപ്പെട്ടു കഴിഞ്ഞു. 100 പേർക്ക് ആശ്രയം നൽകുന്ന കേന്ദ്രമായി ബത്സേദ മാറുന്നതാണ് സ്വപ്നം. ഇവിടെ 7 പേര് സ്ട്രോക്ക് വന്ന് തളർന്നുപോയി 7 പേരെ ഇവിടെ നമ്മൾ ശുശ്രൂഷിക്കുന്നുണ്ട്. അവർ ബെഡിലാണ്. അവർ ഓൾറെഡി ഭവനങ്ങളിൽ നോക്കാൻ പ്രയാസമുള്ള തളർന്നുപോയ രോഗികളുണ്ടെങ്കിൽ അവരെ ബത്സേദ ഏറ്റെടുത്ത് അവരെ ജീവിതാന്ത്യത്തോളം ശുശ്രൂഷിക്കാൻ ആഗ്രഹം വെച്ചുകൊണ്ട് ഈ സ്ഥാപനം ഇപ്പോൾ 100 പക്ഷപാത രോഗികളെ, തളർന്നുപോയ രോഗികളെ ശുശ്രൂഷിക്കാൻ തൊക്കണമുള്ള വലിയൊരു പ്രോജക്റ്റ് തുടക്കം കുറിക്കുകയാണ്. കുളനട ഗ്രാമപഞ്ചായത്തിലെ പുന്നക്കുന്നുമരയിൽ 3.5 ഏക്കർ സ്ഥലം വാങ്ങി 2013 ഫാദർ സന്തോഷ് ജോർജ് ബത്സേദ മിഷൻ ഹോം തുടങ്ങിയത്. കാലാന്തരത്തിൽ കൂടുതൽ സ്ഥലങ്ങൾ വന്നു ചേർന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനത്തിന് സ്ഥാപനം എഴുതി നൽകി. തണ്ണിത്തോട് സെന്റ് ആന്റണീസ് ഓർത്തഡോക്സ് ഇടവകയിലെ ഒരു സന്യാസി പട്ടക്കാരനായ പ്രിയപ്പെട്ട സന്തോഷ് ജോർജച്ചനാണ് ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ തുടങ്ങുവാൻ സാധിച്ചത്. പിന്നീടത് തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ പൂർണ്ണ ചുമതലയിൽ വരികയും അഭിനയ ഡോക്ടർ എബ്രഹാം മാർ സറാഫി തിരുമേനിയുടെ ഒരു നല്ല നേതൃത്വത്തിൽ വളരെ ചിട്ടയായി ക്രമീകൃതമായി ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷം പകരുന്ന കാര്യം. സഹജീവികൾ എന്ന വിശേഷണത്തിൽ മനുഷ്യൻ മാത്രമല്ല, പക്ഷികളും ജന്തുജാലങ്ങളും കൂടി ഉൾപ്പെടുമെന്നതാണ് ബത്സേദ പങ്കുവയ്ക്കുന്ന അളവറ്റ സ്നേഹ സന്ദേശം. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സെക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. സന്തോഷച്ചന്റെ അഭയകേന്ദ്രത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ സി കെ അഭിലാൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. അഭിലാൽ, ബത്സേദ എന്നാൽ കരുണയുടെ ഭവനം എന്നാണ് ആ പേര് അന്വർത്ഥമാക്കുന്ന ഒരിടം അല്ലേ? അഭയകേന്ദ്രം എന്നുള്ള വിശേഷണം കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെ വിഭിന്നമായ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ മിനിറ്റിൽ കണ്ടത്. ചുരുക്കത്തിൽ അഭയകേന്ദ്രം എന്നതിൻ്റെ മറ്റൊരു അർത്ഥതലം അച്ഛൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. പത്തനംതിട്ട തണ്ണിത്തോട് സ്വദേശിയായിട്ടുള്ള അച്ഛൻ്റെ സ്വാന്തന പരിചരണ രംഗത്തെ ആദ്യ ചുവടുവയ്പ് 2010 പറയാം. അന്ന് അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു. മെഡിക്കൽ കോളേജിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു അജ്ഞാതനായ ആളിനെ ഏറ്റെടുത്ത് അവിടെ ഒരു വാടക വീട്ടിലാക്കി. അങ്ങനെ ആണ് ഈ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രവർത്തനം. പിന്നീട് 2 വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് കുളനട ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പുന്നക്കുന്ന് മലയിൽ അദ്ദേഹം സ്ഥലം വാങ്ങിച്ച് ഈ സ്ഥാപനത്തിൻ്റെ തറക്കല്ലിട്ട് പ്രവർത്തനങ്ങളിലേക്ക് പോയത്. അദ്ദേഹം നേരിട്ട് മുഴുവൻ സമയവും ഇതിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ പ്രത്യേകിച്ച് വിദേശത്തുള്ള മലയാളികളുടെ വലിയ സംഭാവനയാണ് ഈ സ്ഥാപനത്തെ ഇത്തരത്തിൽ വളർത്തിക്കൊണ്ട് വന്നത് എന്ന് അദ്ദേഹം വളരെ കൃതജ്ഞതയോടുകൂടി സംസാരിക്കുന്നുമുണ്ട്. മാത്രമല്ല, ഇന്ന് അദ്ദേഹം ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ തന്നെ മരിക്കുമ്പോൾ അടക്കപ്പെടണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അതിനായി അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഒരു കല്ലറയും അവിടെ തീർത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ അവിടെ ജീവിച്ച് ഇനിയുള്ള കാലം അവരോടൊപ്പം പ്രവർത്തിച്ച് മരിക്കുമ്പോൾ അവിടെ തന്നെ അടക്കം ചെയ്യപ്പെടണമെന്ന ആഗ്രഹം അദ്ദേഹം വെച്ചു പുലർത്തുന്നുണ്ട്. സഭയ്ക്ക് ഈ സ്ഥാപനം കൈമാറിയതോടുകൂടി സമീപഭാവിയിൽ തന്നെ കൂടുതൽ ആളുകളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്.